ലാസ്റ്റ് ഇറങ്ങിയ കൊള്ളത്തി മീനെ പോലെ എന്ന് പറഞ്ഞ ഹനാൻ പാടിയ പാട്ട്. ആ പാട്ട് ലോഞ്ച് ചെയ്ത് ദുബായിലായിരുന്നു. അതിനും ഗ്രേറ്റ് റെസ്പോൺസ് ആയിരുന്നു GCCയിലും പിന്നെ നിങ്ങളെല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റാ മ്യൂസിക്കിലും എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ആ സോങ്. അതെ, അത്രയും വ്യൂസ് വിത്തിൻ ഡേയ്സ് അത് എത്തി. ഈവൻ ലിറിക്കൽ വീഡിയോയിലാണെന്നും കൂടെ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സന്തോഷം ആ പാട്ടിനെ കിട്ടി. നമ്മുടെ അടിപ്പാട്ടിനെ ഡെഫിനറ്റായിട്ടും പൊങ്കാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാം ആ പാട്ടിലുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇമ്പാച്ചെ ഫീച്ചർ ചെയ്യാൻ പറ്റി നമ്മുടെ റാപ്പ് സോങ്ങിൽ. അതേപോലെ തന്നെ ഹനാൻ ഷാ, ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് സിംഗറായിട്ടുള്ള ഹനാൻ ഷാ വളരെ സപ്പോർട്ടോടുകൂടെ നമ്മുടെ കൂടെ നിന്നും പാടി പ്രൊമോഷൻസിനും ലോഞ്ചിനൊക്കെ വന്ന് അവിടെയും പാടി എല്ലാ ആൾക്കാരെയും വളരെയധികം എക്സൈറ്റ് ചെയ്യിച്ചു. അപ്പം അങ്ങനെ ഒരുപാട് ഭാഗ്യം ലഭിച്ച ഒരു പടമാണ്. അപ്പം ഇങ്ങനൊരു ഈ പാട്ട് എൻ്റെ ഈ സിനിമയിൽ ചെയ്ത എല്ലാ പാട്ടും വളരെ സ്നേഹത്തോടെ തന്നെ ഒരു കുഞ്ഞിനെ പോലെ താലവിളിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അത് ചിലത് ഹിറ്റാവും, ചിലത് ഹിറ്റാവില്ല. സിനിമ ഹിറ്റാകുമ്പോൾ പാട്ട് സംസാരിക്കും, സിനിമ ഹിറ്റായാലും പാട്ട് സംസാരിക്കില്ല. പല പടങ്ങളും ഞാൻ ചെയ്തത് ചെറിയ പടങ്ങളാണ്. അത് ഈ പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും ആ പാട്ട് നിങ്ങളിലേക്ക് എത്തിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പടം ഇറങ്ങി 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇൻസ്റ്റ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന മിനിമം ഒരു 10 പാട്ട് എൻ്റെ ഉണ്ട്. അപ്പോൾ അത് പാട്ടിൽ അത്രയും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടും അത്രയും സത്യസന്ധമായിട്ട് പാട്ട് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഗുരുക്കന്മാരാണെങ്കിലും എൻ്റെ പാരൻസ് ആണെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കരിയിൽ കള്ളത്തരം മിക്സ് അഭ്യാസം കൊണ്ട് പലപ്പോഴും ഇത്തരം നല്ല രീതികൾ എനിക്ക് ലഭിക്കാറുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.